വിശുദ്ധരിൽ വിശുദ്ധൻ മാർപ്പാപ്പ ഗുരുതരാവസ്ഥയിലായിരിക്കുന്നു. പ്രാർത്ഥിക്കാം. സർവശക്തനും കരുണാമയനുമായ ദൈവമേ, കർത്താവെ, രോഗത്താൽ ഭാരപ്പെടുന്ന അങ്ങയുടെ ദാസനായ മാർപ്പാപ്പിന് സൗഖ്യം വരുത്തണമേ. രോഗികൾക്ക് വൈദ്യനായ ദൈവമേ, പ്രാർത്ഥന കേട്ടതായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഈ കേരളത്തിൽ 15 വയസ്സുകാരനായ 10ാം ക്ലാസ്സിൽ എക്സാം എഴുതാനുള്ള ഉന്നത വിജയ റാങ്ക് ലിസ്റ്റിൽ പേര് വരാനുള്ള ഷഹബാസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കൊലയാളി വിദ്യാർത്ഥികളെ എക്സാം എഴുതാൻ അനുവദിക്കരുത്, തടസ്സപ്പെടുത്തണം. ആ പ്രതികളെ ഇപ്പോൾ കെയർ ഹോമിൽ സംരക്ഷിക്കുകയാണ്. ഈ മുതിർന്നവരും നേതൃത്വം കൊടുത്താണ് അത് ചെയ്യുന്നത്. നമ്മുടെ പോലുള്ള കുട്ടികളെ കൊലപ്പെടുത്തി അതുപോലത്തെ കുട്ടികളാണല്ലോ അവർ. അപ്പോൾ ആ കുട്ടിക്ക് എക്സാം എഴുതാൻ സാധിച്ചില്ലെങ്കിൽ ഇവന്മാരും പരീക്ഷ എഴുതാൻ പാടില്ല. ഈ മുതിർന്നവരുടെ പ്രേരണ കൂടിയാണ് ഇവർ പ്ലാൻ ചെയ്ത്, മുതിർന്നവർ ആണ് ഈ ആയുധം കൊടുത്തു വിട്ടിരിക്കുന്നത്. അല്ലാതെ ഈ 15 വയസ്സായ കുട്ടികൾക്ക് ഈ ആയുധം എവിടെയുണ്ട് എന്താണെന്നൊന്നും അറിയത്തില്ല. അത് കൊടുത്തു വിട്ട് അവരെ കൊണ്ട് തല്ലിച്ച് ഈ കെയർ ഹോമിലെ സംരക്ഷണം കൊടുത്ത് അവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നു. ഈ ലോകത്തൊരു നീതി കിട്ടുന്നില്ലല്ലോ. ഓരോ മക്കളും അവരവരുടെ മക്കളും വേറൊരു അമ്മ പ്രസവിച്ച മക്കളായാലും നമ്മൾ പ്രസവിച്ച മക്കളായാലും എല്ലാം ഒരേ മക്കൾ. ദൈവത്തിൻ്റെ മുൻപിൽ നീതി വേണം. എല്ലാ മക്കളും തുല്യരല്ലേ? ഈ പോരാടണം. നമുക്ക് ഈ എക്സാം എഴുതാൻ ഈ പ്രതികളെ അനുവദിക്കാൻ പാടില്ല, അവർക്ക് സംരക്ഷണം കൊടുക്കാൻ പാടില്ല. ഇതിൽ ഉന്നതരുടെ നിലപാടുണ്ട്. അത് എങ്ങനെയെങ്കിലും അത് അറിഞ്ഞിട്ട് അതിനെ നമ്മൾ തടസ്സപ്പെടുത്തിയേ തീരൂ. നമ്മളെ മരണപ്പെട്ട എക്സാമിൽ വിജയം കരസ്ഥമാക്കാനുള്ള കുട്ടിയെ തല്ലി കൊന്നിട്ട് ഈ ലോകത്തുള്ള ആൾക്കാർ ഈ പ്രതികളെ സംരക്ഷിക്കുന്നല്ലോ. ഒരു നിയമവും നീതിയും നമുക്ക് നടപ്പിലാക്കണം. അതുപോലെ തന്നെ സ്കൂളിലെ വിദ്യാർത്ഥിനി പെൺകുട്ടിയെ നായ്ക്കുരാണപ്പൊടി ഇട്ട് ഈ സ്കൂളുകളിലെല്ലാം ഇത് നടക്കുന്നത് അവിടുത്തെ അധികൃതരും അറിഞ്ഞോ അറിയാതെയോ ഇതിന് സ്കൂളുകളിൽ നടപടിയെടുക്കണം. ആ കുട്ടിക്ക് ഉറങ്ങാനും സാധിക്കുന്നില്ല, അതിന് യൂറിൻ പാസ് ചെയ്യാനോ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പറ്റാതെ എല്ലായിടത്തും ചൊറിച്ചിലും ആ കുട്ടിക്ക് അസ്വസ്ഥതയാണ്. ഇതിന് നടപടിയെടുക്കണം. സർക്കാരും നമ്മളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഇതിന് നടപടിയെടുത്തേ മതിയാവൂ.